അതാത് കാലത്ത് കിട്ടിയ കൈക്കൂലി കിട്ടിയ പൈസ അത് സൂക്ഷിച്ച് വെച്ചേക്കിട്ട് ബാങ്കിലിടാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ചു, കൈക്കൂലി കിട്ടിയ കാശ് ബാങ്കിലിടാൻ പറ്റില്ല, വേറെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒരു സൂട്ട് കേസിലാക്കി, ഒരു വലിയ പെട്ടിയിലാക്കി ആ ഭൂമിക്കടിയിൽ എവിടെയോ കുഴിച്ചിട്ടേക്ക്. സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഈ പാവപ്പെട്ടവൻ, അയാളുടെ പേരെനിക്ക് ഓർമ്മയില്ലാത്തതല്ല പറയാത്തതാണ്, അദ്ദേഹം അത് കൊണ്ടുവന്ന് നമ്മുടെ കക്ഷിയായിരുന്ന പഴയ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ്റെ ഇടനിലക്കാരൻ്റെ അടുത്ത് കൊടുത്ത് വസ്തു വാങ്ങിച്ച് സ്വന്തം അമ്മായിയമ്മയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ത്യാഗികളാണ്, ഇതുപോലുള്ള ത്യാഗനിർഭരമായ ജീവിതം നയിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഈ മോട്ടോർ വെഹിക്കിൾസിലെ ഉദ്യോഗസ്ഥന്മാർ. അവരെ ഇങ്ങനെ സമൂഹത്തിൽ പൊതുജനമധ്യത്തിൽ കരിവാരി തേക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് മനോരമക്കാരൻ അദ്ദേഹത്തിൻ്റെ പടം കൊടുത്ത് ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് പത്രധർമ്മം എന്നാണ് മനോരമക്കാരുടെ ധാരണ. ഒന്നും പറയാനില്ല എന്നല്ലാതെ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.